ഹലോ. ഇന്ന് ഡിസംബർ 25 രാവിലെ 12:35 അച്ഛനോടും അമ്മയോടും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞാനും എൻ്റെ ബ്രദറും ഹസ്ബൻഡും കൂടി കൂടിയിട്ട് മുട്ടിയറ പള്ളിയിലേക്കാണ് പോയത് കേട്ടോ. എന്തിനാണെന്നറിയോ? അതിനു മുന്നേ ഹാപ്പി ക്രിസ്മസ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ലേറ്റായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയാം, എന്നാലും സാരില്ല കേട്ടോ. പിന്നെ ഇന്ന് പുൽക്കൂട് കാണാൻ വേണ്ടി പള്ളിയിൽ പോയതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു സൂപ്പർ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെയൊക്കെ ഒരു സ്കൂൾ കാലഘട്ടമായിരുന്നു കേട്ടോ. ആ സമയമൊക്കെ പള്ളിയാണെങ്കിലും പുൽക്കൂടാണെങ്കിലും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. കുറച്ചും കൂടെയൊക്കെ എന്താ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രൗഢി ഗംഭീരമായ കുറേ ട്രീസും പള്ളിയൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്ര എനിക്ക് കിട്ടിയില്ല, എക്സ്പെക്റ്റ് ചെയ്ത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല പള്ളിയിൽ നിന്ന്. പിന്നെ ഞാൻ അന്ന് വൈകുന്നേരം ഞാൻ ഹസ്ബൻഡും കൂടെ കൂടിയിട്ട് അമ്പലത്തിലൊക്കെ പോയി കുറേ ആൾക്കാരെ കാണാൻ പറ്റി കേട്ടോ. ഇങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ കാണാനും സംസാരിക്കാനൊക്കെ പറ്റുന്നത് വലിയ ഭാഗ്യം തന്നെയാണ്, അല്ലേ? അല്ല, കല്യാണം കഴിഞ്ഞ് പോയവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും കേട്ടോ. അങ്ങനെ ചുറ്റുവിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടി ഞാനും കൂടിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നന്നായിട്ട് തൊഴുതു, എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ അവിടുന്ന് പോന്നു. ഇരവിമംഗലം സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മലയാട്ടിയമ്മേനെ തൊഴുത് അവിടുന്ന് മള്ളിയൂർ അമ്പലത്തിലേക്കാണ് നമ്മൾ പോയത് കേട്ടോ. മള്ളിയൂർ അമ്പലമൊക്കെ മിക്കവർക്കും തന്നെ ഇങ്ങനെ പറയുമ്പോൾ അറിയാം, കാരണം ഈ അയ്യപ്പന്മാരൊക്കെ ആ വഴിയല്ലേ പോകുന്നത്. പക്ഷേ ഈ പ്രാവശ്യം മള്ളിയൂർ അമ്പലത്തിൽ തിരക്ക് വളരെ കുറവായിരുന്നു. സാധാരണ ഈ ഒരു സീസണിൽ അയ്യപ്പന്മാരൊക്കെ അവിടെ വരാറുണ്ടായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം അവിടെ ആരും തന്നെ ഇല്ല, തിരക്ക് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയും കൂടെ പോയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. അവിടുന്ന് ഞങ്ങൾ വേഗം ഇറങ്ങി മള്ളിയൂർ അമ്പലത്തിൽ നിന്ന്. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വേഗം വല്ല, ഞാൻ സാരിയൊക്കെ മാറ്റാൻ പോകാമെന്ന്. എന്താ സംഭവം എന്നറിയോ? നമ്മുടെ വീടിൻ്റെ മേലിലായിട്ട് ഒരു ശാസ്താവ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഐതിഹ്യം എനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. പക്ഷേ എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യം ഞാൻ പറയാം. ഈ വീട്ടിലെ കാർന്നോമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അത് ചെറിയൊരു കല്ലായിരുന്നു. ആ കല്ല് വളർന്ന് വളർന്ന് ഇപ്പം ഏകദേശം ഒരാളടി പൊക്കത്തിൽ, ഒരാളിൻ്റെ വലിപ്പം 6 അടി പൊക്കത്തിലൊക്കെ അത് വളർന്നു വന്നിട്ടുണ്ട്. അതായത് ശാസ്താവായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. ആ കല്ല് ഓരോ പ്രാവശ്യം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഈ ശാസ്താവിൻ്റെ ഉത്സവമാണോ എന്ന് എനിക്കറിയില്ല, വർഷത്തിലൊരിക്കലാണ് അതുണ്ടാവാറുള്ളത്. അതും ഡിസംബർ 25 രാത്രിയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. രാത്രിയാണ് ഡിസംബർ 25 ഉണ്ടാവാറുള്ളത്. പരിപാടീസ് എല്ലാം രാത്രിയായിരിക്കും. ഇന്നത് അവിടെ പിള്ളേരുടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നന്നായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഡാൻസ് കളിക്കുന്നില്ല. ഞാനൊക്കെ ഇവിടുന്ന് പോകുന്നേക്കാളും മുന്നെയൊക്കെ ഇവരൊക്കെ കുഞ്ഞു കുട്ടികളായിരുന്നു കേട്ടോ. ഇപ്പോൾ വലിയ വലിയ കുട്ടികളായി. ഡാൻസ് കളിക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഡാൻസൊക്കെ കണ്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾക്ക് ചോറ് കിട്ടിയായിരുന്നു കേട്ടോ. ചോറും സാമ്പാറും പായസവും ഒക്കെ കിട്ടി. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഏട്ടൻ്റെ കാലിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കെട്ടി സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യൽ ഡേ ആണെന്ന് എനിക്കറിയാം, ക്രിസ്മസ് ആണെന്നറിയാം. പക്ഷേ എങ്കിലും എനിക്കിത് സ്പെഷ്യലായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. നോർമൽ അമ്മ ഞാൻ വീട്ടിൽ വരുമ്പോൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്, അതുപോലെ അമ്മ ഈ പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കി. അല്ലാതെ എനിക്ക് വേറെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയില്ല. നോർമൽ ഒരു ഡേ ആയിരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ടാറ്റാ.